ദ വേ ടു സക്സസ് 0 to 100% എന്ന നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ 2025 ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് മെഷറബിൾ സക്സസ് എന്ന കാര്യത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെഷറബിൾ സക്സസ് എന്ന് പറയുമ്പോൾ അതിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ കോൺടാക്സ്റ്റ് അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മെഷറബിൾ സക്സസിൻ്റെ കാര്യത്തിൽ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ആദ്യം മുതൽ തന്നെ പറയുന്നത് ബിസിനസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ സക്സസിനെ കുറിച്ചുമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും അഭിപ്രായങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഞാൻ നല്ല ശമ്പളം വാങ്ങുന്നു, അത് എൻ്റെ സക്സസ്സാണ്. അങ്ങനെയുള്ളവർക്ക് അത് മതി, അങ്ങനെയുള്ളവരുടെ സക്സസ് അത് തന്നെയാണ്, നമുക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള സക്സസ് എന്ന് പറയുമ്പോൾ അത് മെഷറബിൾ ആയിരിക്കണം എന്നും നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ എടുക്കാം, നമ്മൾ നല്ല അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു ജോലി നേടി നമുക്ക് നല്ല വരുമാനമുണ്ട്, നമ്മളും നമ്മുടെ ഫാമിലിയും ഹാപ്പിയായി പോകും. അതിൽ നമ്മൾ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നല്ല, കാരണം നമ്മൾ സമ്പാദിച്ചുകൊണ്ട് വരുന്ന പൈസ നമ്മൾ പല ബിസിനസ് സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന നമ്മുടെ പലചരക്ക് കട അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് നമ്മൾ കൊടുക്കുന്നതാണ്, അതൊരു ബിസിനസ്സാണ്, നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്ന വിശ്വാസമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പോഡ്കാസ്റ്റ് എന്നും ഈ പോഡ്കാസ്റ്റ് സീരീസ് എന്നും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നമ്മൾ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടേത് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മുടെ നാട്ടിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പലചരക്കട, ഈ പലചരക്കടയ്ക്ക് ഒരു സാമൂഹികമായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നമ്മളൊരു പലചരക്കട തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കടയിൽ ഈ ഇത് തൂക്കി കൊടുക്കാനായിട്ട്, ഈ പൊതിഞ്ഞു കൊടുക്കാനായിട്ട് ഒക്കെ ആയിട്ട് നമ്മളൊരു സഹായിയെ കൂടെ വയ്ക്കും. അപ്പോൾ നമ്മൾ പലചരക്കട തുടങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഒരാളുടെ കുടുംബത്തിനും കൂടെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ സ്ഥാപനം വലിയ ഒരു സ്ഥാപനമായി മാറുകയും ഒരു 10-100 സ്റ്റാഫുള്ള സ്ഥാപനമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എത്ര കുടുംബങ്ങളുടെ കാര്യങ്ങളൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതൊരു കോൺട്രിബ്യൂഷൻ അല്ലേ, സമൂഹത്തിന് ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ? ഡയറക്റ്റ്ലി അങ്ങനെ തന്നെയാണ്. എല്ലാവരും കരുതുന്നത് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് കുറേ ചാരിറ്റി ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, കുറേ ആൾക്കാർ കല്യാണം നടത്തി കൊടുക്കുക ഫ്രീ ആയിട്ട്. ഈ ഫ്രീ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ബിസിനസ്സിനെ പറ്റി ആലോചിക്കാത്തത്. അങ്ങനെ ഈ ഒരു ഘടകം അതിനകത്ത് പറയേണ്ടതുണ്ട്. പക്ഷേ ഓരോ ബിസിനസ്സുകാരും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. കാരണം
നമ്മൾ 30 ദിവസം അല്ല 26 ദിവസം അധ്വാനിച്ച് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് അദ്ദേഹം ലാഭം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ശമ്പളം തരുമ്പോൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആ കമ്പനി നഷ്ടത്തിലാണെങ്കിലും ആ കമ്പനി നഷ്ടത്തിലാണെങ്കിൽ അദ്ദേഹം നമുക്ക് എങ്ങനെ ശമ്പളം തരും? അപ്പോൾ എന്തായി? നമ്മുടെ കുടുംബം പട്ടിണിയായി. അപ്പോൾ ആ കമ്പനി നടത്തുന്ന ആൾ, അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ ആ എൻ്റർപ്രണർ ശമ്പളം മേടിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നത്, നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ സാംസ്കാരിക പ്രമുഖരായിട്ടുള്ള ആളുകൾ, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ശമ്പളം വാങ്ങിക്കുന്നവരായി ജീവിക്കാൻ ശ്രമിക്കാതെ, ഇപ്പം എല്ലാവരും പറയുന്ന കാര്യമാണ്, എനിക്ക് ഇവിടെ ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ UK പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നത്, അവിടെ നല്ല സാഹചര്യങ്ങളുണ്ട്, അവിടെ ശമ്പളം കൂടുതലുണ്ട്. ശരിയാണ്. ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്കണോമി എങ്ങനെയാണ് അത്രയും വലിയ നമ്മളെപ്പോലുള്ള അവരുടെ രാജ്യത്തുള്ള ആളുകളെ കൂടാതെ ഇത് നേരെ ഒരുപാട് ദൂരം ഇപ്പുറത്തുള്ള നമ്മുടെ രാജ്യത്തിലെ ആൾക്കാർക്ക് കൂടി ശമ്പളം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള രാജ്യമായി എങ്ങനെയാണ് മാറിയതെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അതേസമയം നമുക്ക് ഇവിടെ നമുക്ക് ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയപ്പെടുന്ന അമേരിക്കയിൽ കിട്ടുന്ന അതേ സാലറി തരാൻ കഴിയുന്ന ഒരു ബിസിനസ് സ്ഥാപനം നമ്മൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ നമ്മളെന്തിന് അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കണം? പോകണ്ടെന്നല്ല, അമേരിക്ക മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പോകേണ്ടതും അവിടെ വസിക്കുന്നവരുടെ ജീവിതം അല്ലെങ്കിൽ ആ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങൾ നമ്മൾ അനുഭവിക്കുകയും അറിയുകയും വേണ്ടത് തന്നെയാണ്. പക്ഷേ വിദേശത്തേക്ക് പോവുക എന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്കെപ്പോഴും മനസ്സിൽ വരുന്ന 1-2 രാജ്യങ്ങളുണ്ട്. ഒന്നുകിൽ അമേരിക്ക, അല്ലെങ്കിൽ കുറേ അധികം രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള യൂറോപ്പ്. ഇതാണ് നമ്മളുടെ മനസ്സിലുള്ളത്. ഏഷ്യൻ രാജ്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഇപ്പോഴത്തെ വളർച്ച എന്ന് പറയുന്നത് എത്ര അഭൂതപൂർവമായ വളർച്ചയാണ്. അത് അവരെങ്ങനെയാണ് അത് നേടിയത്? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹം വികസിക്കുകയും നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിലുള്ള ശമ്പളം വാങ്ങുന്നവരായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിക്കോട്ടെ ഏത് രീതിയിലായാലും ഉള്ള ഒരു സക്സസ്സിനെ നമ്മൾ കാണുന്നു. നമ്മൾ ബിസിനസ് ചെയ്യില്ല, നമുക്ക് ശമ്പളം തരാൻ ആൾ വേണം എന്ന് പറയുന്ന ഒരു ലോജിക്ക് നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ബിസിനസ്സിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിലെ സക്സസ്സിൻ്റെ മെഷർമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെഷറബിൾ സക്സസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ബിസിനസ് കൂടിയേ തീരും. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് പല പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതിൽ ജെയിൻ സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കച്ചവടത്തിൻ്റെയും കലയുടെയും നമ്മൾ വാക്ക് എന്ന് പറഞ്ഞാൽ കോം എന്നാണ്. കോം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ല വശമാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനാണ് നമ്മളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കഥകളെക്കുറിച്ച് ഉള്ള കഥകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. കഥകൾ എങ്ങനെയാണ് മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതിനു മുമ്പ്
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു കഥ ഉണ്ടാകുമ്പോൾ ആദ്യം വേണ്ട എന്താണ്? ആ കഥയ്ക്ക് ഒരു പശ്ചാത്തലമാണ്, അല്ലേ? നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ പ്രേമലു എന്ന സിനിമയെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹൈദരാബാദാണ് എന്ന് നമ്മൾ പറയുണ്ടായി. അപ്പോൾ ഈ ഹൈദരാബാദ് എന്ന ഒരു പുതുമയുള്ള പശ്ചാത്തലത്തിലേക്ക് ആ സാധാരണമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥയെ പറിച്ചു കണ്ടപ്പോൾ നമ്മളത് പൈസ മുടക്കി പോയി കണ്ട് ആസ്വദിക്കുക തന്നെ ഉണ്ടായി. ഇതുപോലെ തന്നെയാണ് ഒരു ബ്രാൻഡ് മേക്കിങ്ങിലും സംഭവിക്കുന്നത് എന്നാണ് ഇതുവരെയും ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം. ഇനി അത് സിനിമയല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് 2.5 മണിക്കൂർ നമ്മൾ പോയിരുന്ന് സിനിമ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സ്വയം ചോദിച്ചിട്ടുള്ളവരുണ്ടോ? ആലോചിച്ച് നോക്കൂ. നമുക്ക് 2.5 മണിക്കൂർ നമ്മളുടെ പ്രഷ്യസ് അവേഴ്സ്, നമുക്ക് ജോലി ചെയ്യണ്ട, നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കണ്ട, അല്ലേ? നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കേണ്ട സമയം നമ്മൾ 2.5 മണിക്കൂർ അടച്ചിട്ട ഒരു മുറിയിൽ തിയേറ്ററിൽ പോയിട്ട് നമ്മളത് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് എത്രത്തോളം പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു അച്ഛൻ, അമ്മ, കുട്ടി എന്ന് പറഞ്ഞാൽ 3 കുടുംബം പോലും തിയേറ്റർ വരെ എത്തി ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, ഇല്ലേ? എങ്ങനെ പോയാലും ഒരു 1500-2000 രൂപ സ്പെൻഡ് ചെയ്യാതെ ഒരു ഫാമിലിക്ക് സിനിമ കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ എത്താനുള്ള സമയം നമ്മൾ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യുന്നത് മാത്രമാണ് ഈ 2.5 മണിക്കൂർ. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മളൊരു ചെറിയൊരു ഡിന്നറൊക്കെ കഴിക്കും, ഈവനിങ് ഒക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ നൂൺ ഷോയ്ക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തായാലും പുറത്തു പോയി ലഞ്ച് കഴിച്ച് തിയേറ്ററിൽ പോകാം. ഇങ്ങനെ ഇത്രയും പൈസയും സമയവും സ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ തിയേറ്ററിലെത്തിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ആലോചിച്ചു. നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഫീലാണ്, അല്ലേ? പലതരത്തിലുള്ള ഫീലിങ്ങുകളുണ്ടാകും. ഇപ്പം ചിലപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് കരയും, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പൊട്ടിച്ചിരിക്കും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ റിവ്യൂ പറയുന്ന ഒരു പയ്യൻ പറയുന്നത് കേട്ടു, എൻ്റെ രക്തം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ആ രക്തം അവിടെ തിളയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് ചില സൈക്കോളജിക്കൽ അനാലിസിസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മളുടെ ജീവിതത്തിനിടയ്ക്ക് നമുക്ക് സിനിമ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയും. ശരിക്കും എൻ്റർടൈൻമെൻ്റാണ് അല്ല. നമ്മളുടെ കുറേയധികം പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. കാരണം നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് തകർത്തിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സന്തോഷിച്ചിരിക്കുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നത്. അല്ലാതെ നമുക്ക് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉള്ള സമയത്ത് നമുക്കൊരു സിനിമ കണ്ടു കളയാൻ ആരും വിചാരിക്കത്തില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു 2 അല്ലെങ്കിൽ 2.5 മണിക്കൂർ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ടോ പാസീവായിട്ടോ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കും സ്ക്രീനിൽ കാണുന്നത്. ഇനി അതുമല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള എനിക്കൊരാൾ അങ്ങനെ ഒരാളായിത്തീരണം എന്ന നമ്മളുടെ ആഗ്രഹം, ഡിസയർ, അത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ചിലരൊക്കെ അതിൽ ഇൻസ്പയർഡ് ആകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു 2.5 മണിക്കൂർ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ റിലാക്സ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വികാരത്തിലൂടെ കടത്തിവിടുമ്പോൾ നമുക്കുണ്ടാവുന്ന ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയപ്പെടുന്ന 2.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇനി സിനിമയൊക്കെ വിട്ടിട്ട് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരാം. നമ്മൾ പറയും നമ്മൾ ഒരു ഷർട്ട് മേടിച്ചു അല്ലെങ്കിൽ ഒരു ഷൂസ് മേടിച്ചു എന്നൊക്കെ പറയും. ശരിക്കും നമ്മളതാണോ വാങ്ങിയത്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഷർട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അതിന് വേറൊരു കാരണം കൂടി ഞാൻ പറയാം. ഇപ്പം ഞാൻ ഈ കറുത്ത ഷർട്ട് എടുത്ത സമയത്ത് എനിക്ക് ഈ ഷർട്ട് ഇടുക എന്നുള്ളതല്ല അതിൽ കാര്യം. ഈ ഷർട്ട് ഇട്ട് എന്നെ ആളുകൾ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു വികാരമുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷർട്ട് മേടിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഈ കളർ ഷർട്ട് അല്ലെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ ഷർട്ട് മേടിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ഷർട്ട് മേടിക്കുന്നത്, എന്തിനും ഒരു മുട്ടുസൂചി മേടിക്കുന്നത് പോലും ഈ ഒരു വികാരത്തിൻ്റെ മുകളിലാണ്, അല്ലേ? അതായത് ഒരാൾ പോലും ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയും. നമ്മൾ വാങ്ങിക്കുന്നത് ഈ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫീലാണ് നമ്മൾ മേടിച്ചത്. നമ്മൾ ഈ ഷർട്ട് നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്ന കാര്യം എന്താണ്? ഈ ഷർട്ട് മേടിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. ഈ ഷർട്ട് ഇട്ട് എന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ച് തോന്നുന്ന മതിപ്പ്, അല്ലേ? ആ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷർട്ട് മേടിച്ചത്. അല്ലെങ്കിൽ ഷർട്ട് ഇടാതെ നടന്നാൽ പോരെ. ആര് വിചാരിച്ചെന്താണ്? അപ്പം ഈ ഷർട്ടിൻ്റെ ഈ കളറിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കോൺഫിഡൻസും കൂടെ തരുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനെ പറ്റി നമ്മളെങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഓരോരുത്തരും വാങ്ങുന്നത് പ്രൊഡക്റ്റല്ല, നമ്മുടെ ഫീലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഫീൽ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ പറയും നമ്മൾ പ്രീമിയം കോഫി കഴിക്കാറുണ്ട്. എന്താണ് പ്രീമിയം? ഈ പ്രീമിയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാപ്പിപ്പൊടി കച്ചവടം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഫീലുണ്ടാക്കുന്ന ഒരു കവറിലാക്കി നല്ലൊരു പരസ്യം ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ചെയ്തിട്ട് എനിക്കത് നിങ്ങളെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ലേ ഇത് പ്രീമിയം ആണെന്ന്? അല്ലാതെ നമ്മൾ ആരെങ്കിലും ഈ പ്രീമിയം കോഫി എന്ന് പറയുന്ന കോഫി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് പൊട്ടിച്ചിട്ട് ഇത് നമ്മൾ നമ്മൾ ലാബിലേക്ക് അയച്ച് ഇതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചതിന് ശേഷമാണോ നമ്മൾ കഴിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നില്ല, നമ്മൾ ഫീലാണ് വാങ്ങുന്നത്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. അടുത്ത കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ ഈ ഫീല് നമുക്ക് തോന്നുന്ന പ്രീമിയം എന്ന് പറയുന്ന ഒരു ഫീല് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആപ്പിൾ ഐഫോൺ മേടിക്കുന്നത്. ഇവിടെ ആൻഡ്രോയിഡ് ഡിവൈസിലുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഇല്ലാത്തൊരു ഫോണാണ് ഈ പറയപ്പെടുന്ന ഐഫോൺ, അല്ലേ? അതായത് ഈ പൈസയുടെ കാര്യത്തിൽ ബഡ്ജറ്റ് വൈസ് ആപ്പിൾ ഐഫോണിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് അല്ലേ? പക്ഷേ ആൻഡ്രോയിഡ് മേടിക്കുക എന്നുള്ളത്, ആൻഡ്രോയിഡിൽ ആയിരക്കണക്കിന് ബ്രാൻഡുകളുണ്ട്. അത് മേടിക്കുക എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമല്ല, നിങ്ങളുടെ സ്വപ്നമല്ല. നമ്മുടെ സ്വപ്നം എന്താണ്? നമുക്കെന്തെങ്കിലും പൈസ ഉണ്ടാക്കി ആ പൈസയിൽ നിന്നും നമുക്കൊരു ഐഫോൺ മേടിക്കണം, അല്ലേ? ഇപ്പോൾ ഈ പ്രോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 50% പേരുടെ 50% ആളുകളുടെയെങ്കിലും കയ്യിൽ ഐഫോൺ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. പക്ഷേ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകളിൽ 100% ആളുകൾക്കും ഐഫോൺ വാങ്ങിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഐഫോൺ വാങ്ങണം എന്നൊരു ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് ഫീൽ, അല്ലേ? നമുക്ക് ഈ ഐഫോൺ വാങ്ങണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, അല്ലേ? നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഐഫോണിൻ്റെ സാമ്യതയിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിച്ചിട്ട് നമുക്ക് അതിൻ്റെ കവറ് മാറ്റിയിട്ട് നമുക്ക് പോക്കറ്റിടാം, കയ്യിൽ പിടിക്കാം. പക്ഷേ നമുക്ക് ആ ഫീല് കിട്ടില്ല. ആ ഫീല് കിട്ടാത്തിടത്തോളം നമ്മൾ വീണ്ടും ഈ ഐഫോണിലേക്ക് എത്താനുള്ള ആഗ്രഹങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അപ്പം അവിടെയാണ് ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സർവീസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സ്റ്റോറിയുടെ ആവശ്യം വരും. അപ്പം നമ്മൾ വിചാരിക്കും ഐഫോണിനെ കുറിച്ച് അങ്ങനെ സ്റ്റോറീസ് ഒന്നും കേട്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലേ?
ഐഫോണിൻ്റെ പരസ്യം നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? വളരെ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ് കേട്ടു പല വഴികളിലായിട്ട് ഐഫോൺ നമ്മുടെ സ്വപ്നമാണ്. ഇനി കുറച്ചുകൂടെ വലിയൊരു ഗ്രേഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കോമഡി ആക്കണ്ട, എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് റോൾസ് റോയ്സ് കാർ മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അതിനെനിക്ക് യാതൊരു നിവർത്തിയില്ല. അല്ലെങ്കിൽ എത്ര പേർക്കാണ് നമുക്കിവിടെ റോൾസ് റോയ്സ് കാറുള്ളത് അല്ലേ? പക്ഷെ അവിടെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്താണ്? നമുക്ക് ആഗ്രഹിക്കാം അല്ലേ? ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ഈ റോൾസ് റോയ്സ് കാറ് നമ്മുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കണമല്ലോ. ആ ചിന്തിക്കുന്നതിൻ്റെ പേരാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ? നമുക്കിപ്പോൾ പല ആൾക്കാരും, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കിവിടെ മാരുതിയുണ്ട്, പിന്നെ എന്താ പറയുക, അങ്ങനെ പല കാറുകളുണ്ട്, അതൊക്കെ ആളുകൾ മേടിക്കുന്നുമുണ്ട്. പക്ഷെ നമുക്ക് മിനിമം റോഡ് സോഴ്സിൽ വേണം എന്ന് പറയുന്ന ഒരു കോമിക്കൽ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ റോഡ് സോഴ്സിനെ നമ്മൾ ആഗ്രഹിക്കാത്തത്? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ, ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മളെന്ന് നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ബോധ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ അനുജനുണ്ടായിരുന്നു, നമ്മൾ മരിച്ചുപോയി. അദ്ദേഹം സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണക്കാരെ പോലെ ചിന്തിക്കണം, സാധാരണക്കാരനാവണം. അല്ലെങ്കിൽ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ കാര്യങ്ങൾ പറയാതെ സാധാരണക്കാരനെ പോലെ ചിന്തിക്കൂ, പെരുമാറൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥിരം സോഷ്യൽ മീഡിയയിലുള്ള ആളുകളുടെ ഒരു കളിയാക്കൽ സംഭവമാണ്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ആവാൻ സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റൂ, മോഹൻലാലിനെ പോലെ ആവാൻ മോഹൻലാലിനെ പറ്റൂ അല്ലേ? നമ്മളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിന് മുമ്പ് ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഗവാസ്കറായിരുന്നു. ഗവാസ്കറിനെ നമ്മൾ കൊണ്ടാടിയപ്പോൾ അന്ന് ഒരു സച്ചിൻ ഉണ്ടാകുമെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അന്ന് ഗവാസ്കർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ഔട്ട് പെറുക്കിയായിട്ട് നിന്ന സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്നത്തെ എന്താ പറയുക, ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് പറയുന്ന സച്ചിൻ അല്ലേ? ഇന്നിപ്പോൾ സച്ചിനും മാറി, നാളെ വേറൊരാൾ വരും. അപ്പോൾ അന്ന് ഈ ഗവാസ്കർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട് പെറുക്കിക്കൊണ്ട് നിന്ന നമ്മുടെ സച്ചിൻ വിചാരിക്കുകയാണ്, ഞാനൊരു ഔട്ട് പെറുക്കിയല്ലേ, ഞാനിനി എന്ന് എങ്ങനെ എപ്പോൾ ഗവാസ്കറിനെ പോലെ ആവാനാണ്. സച്ചിൻ ശ്രമിച്ചത് ഗവാസ്കറിനെ പോലെ ആവാനല്ല, പകരം നല്ലൊരു ബാറ്റ്സ്മാൻ ആവാനാണ്. അവിടെയാണ് വ്യത്യാസം. ഗവാസ്കർ ആവണ്ട, നമുക്ക് സച്ചിനും ആവണ്ട. നമുക്കാവേണ്ട എന്താണ്? നല്ലൊരു ബാറ്റ്സ്മാൻ ആയാൽ മതി അല്ലേ? ഇനി ഇതിൽ അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ കടയിൽ 20 രൂപയ്ക്ക് ഈ മിനറൽ വാട്ടർ വാങ്ങിക്കാൻ കിട്ടും. ഇതേ ബ്രാൻഡിൻ്റെ ഇതേ മിനറൽ വാട്ടർ തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന്, ഇവിടുന്ന് ആകെ എത്ര ദൂരമുണ്ട്? ഞാനിപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്ന ആളാണ്, 25 വർഷമായിട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ആളാണ്. ഇവിടുന്ന് എനിക്കൊരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 25 മിനിറ്റ്സ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിലെത്തും അല്ലേ? അവിടെ എത്തി എയർപോർട്ടിൽ നിന്ന് ഇതേ 20 രൂപയുടെ ഒരു ബോട്ടിൽ വാട്ടർ മേടിക്കുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? ചിന്തിച്ച് നോക്കാം. ഇനി അത് ഇതേ ബോട്ടിൽ തന്നെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് എവിടെ, ദുബായിൽ
നമ്മുടെ സ്വപ്നഭൂമിയായിട്ടുള്ള ദുബൈയിലെത്തിയിട്ട് അവിടുന്ന് വാങ്ങിച്ചു നോക്കും, എത്ര രൂപയാവും അല്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചുറ്റുപാടുകൾ മാറുന്ന സമയത്ത് നമുക്ക് ചില വാല്യൂസ് ആഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ചുറ്റുപാടുകൾ ഒരു വലിയ ഘടകം. പത്തനംതിട്ടക്കാരനെ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് കൊച്ചിയുടെ ഭാഗമാണ്. ഞാനിപ്പോൾ കൊച്ചിക്കാരനാണ്. എന്തുകൊണ്ടാണ് ഞാൻ പത്തനംതിട്ടയ്ക്ക് തിരിച്ചു പോകാത്തത്? പത്തനംതിട്ട മോശമാണെന്നല്ല പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് പത്തനംതിട്ടയ്ക്ക് തിരിച്ചു പോകാത്തത്? കൊച്ചിയിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്, കൊച്ചിയിൽ തന്നെ 25 വർഷമായിട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പത്തനംതിട്ടയിൽ ഞാൻ ജനിച്ചത് വളരെ ഒരു കുഗ്രാമം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടാവുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ് ഞാൻ. എനിക്ക് അവിടെ ചിന്തിക്കാവുന്നതിന്, ചെയ്യാവുന്നതിന് പരിധികളുണ്ട്. അതുകൊണ്ടാണ് 2004 എറണാകുളത്തെത്തിയ, അല്ലെങ്കിൽ കൊച്ചിയിലെത്തിയ ഞാൻ ഇപ്പോൾ കൊച്ചിക്കാരനാണെന്ന് അഭിമാനിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഈ കൊച്ചി സിറ്റിക്കകത്ത് ജീവിക്കുന്ന 10-15 ലക്ഷത്തോളം ആളുകളിൽ 80% ഇതുപോലെ പല നാടുകളിൽ നിന്ന് വന്ന ആളുകളാണ്. എല്ലാവരും ഇവിടെ എത്തുകയും കൊച്ചിക്കാരൻ ആവുകയും അല്ലെങ്കിൽ കൊച്ചിക്കാരിയാവുകയും കൊച്ചിയുടെ ഭാഗമാകുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ഇതേ ഒരു ആലോചനയോടു കൂടി നമ്മൾ തിരുവനന്തപുരത്തിന് പോകുന്നില്ല? കാരണം കൊച്ചിക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകത തന്നെയാണ്. കൊച്ചി എന്ന് പറയുന്നത് ബിസിനസ്സുകളുടെ, സ്റ്റാർട്ടപ്പുകളുടെ ഒരു നാട് അല്ലേ? എന്നാൽ ഏറ്റവും വലിയ ബിസിനസ്സുകാരുള്ളത് കൊച്ചിയിലല്ല, തൃശ്ശൂരാണ്. പക്ഷേ തൃശ്ശൂർ ഉള്ള ഏത് ബിസിനസ്സുകാരെ എടുത്താലും അവർക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ കൊച്ചിയിലൊരു സ്ഥാപനമുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? നമുക്ക് കൊച്ചി നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന, നമ്മുടെ വളർച്ചയ്ക്കുള്ള ഒരു ഉത്തേജനമാകുന്ന ഒരു സിറ്റിയാണ് കൊച്ചി. അങ്ങനെയാണെങ്കിൽ ദുബായ് മോശമാണോ എന്ന് ചോദിക്കാം. ദുബായൊക്കെ തന്നെ ന്യൂയോർക്കിൽ അല്ലേ? അപ്പം നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ബിസിനസ്സുകാരനാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളെ സപ്പോർട്ടീവായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ജനസമൂഹമുള്ള നാടാണ് കൊച്ചി. അതുകൊണ്ടാണ് കൊച്ചിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ഭൂരിപക്ഷം ആളുകൾ അല്ലേ? നമുക്ക് പഠിച്ച് മിടുക്കനായി ഒരു ജോലി മേടിക്കാനാണെങ്കിൽ ഇവിടെ പോകണം, നമ്മൾ കൊച്ചി നിൽക്കേണ്ടി വരും. എനിക്ക് പത്തനംതിട്ടയിൽ ഞാൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മേടിച്ചോണ്ടിരുന്ന ഒരു സാലറി തരാൻ പത്തനംതിട്ടയിൽ ഒരു സ്ഥാപനമില്ല, സർക്കാർ സ്ഥാപനം പോലും ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കൊച്ചിയിലേക്ക് വന്നേ പറ്റും. അവിടെയാണ് വീണ്ടും നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് സാലറി വേണം, നമ്മൾ പഠിച്ച് മിടുക്കനായി വലിയ ജോലി കിട്ടി നമുക്ക് സാലറി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൊച്ചി പോലെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ബിസിനസ്സിന് വളരാൻ സാധ്യതയുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാൾ വേണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഭൂരിപക്ഷം കുട്ടികൾ പറയുന്ന കാര്യമാണ് ഇൻഫോ പാർക്കിലൊരു ജോലി, അറ്റ്ലീസ്റ്റ് ഇൻഫോ പാർക്കിലൊരു ജോലി അല്ലേ? ഈ ഇൻഫോ പാർക്കിലെ ജോലി ഈ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞ് വരുന്ന ആളിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഫോ പാർക്കിലൊരു കമ്പനി വേണ്ടേ? ആ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴല്ലേ ഈ പൈസ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ പഠിച്ച് ജോലി കിട്ടി, മിടുക്കനായി ജോലി കിട്ടി, നമ്മൾ സമ്പാദിച്ചാൽ നമ്മുടെ കുടുംബത്തിന് കൊള്ളാം അല്ലേ? പക്ഷേ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഓരോ പൗരനുണ്ട്. അത് ജോലിക്കാർക്ക് മാത്രമല്ല, അവിടെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടെ വരും. അത് നമുക്ക് പിന്നീട് പറയാം.
പക്ഷേ നമ്മളീ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് സ്ഥാപനം ഒരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത് അത് നടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ഈ പറയപ്പെടുന്ന 10 പേര് എനിക്ക് ജോലി വേണം, എനിക്ക് ഇത്ര സാലറി വേണം എന്ന് പറയുന്നത്. അപ്പോൾ മേക്ക് ഇറ്റ് ഹിം എന്ത് ഈ സാലറി തരാൻ കപ്പാസിറ്റി ഉള്ളവനായിട്ട് അവനെ വളർത്തിയാൽ മാത്രമേ അവന് നമുക്ക് സാലറി തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു യുവതലമുറ, ഒരു സമൂഹം വളർന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയപ്പെടുന്ന സാലറിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവകാശമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നാട് വിട്ടു പോകണം, എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ നാട് വിട്ടു പോകണം അല്ലേ. വീണ്ടും നമുക്ക് കൊച്ചിയിലേക്ക് വരാം. അപ്പോൾ കൊച്ചിയിൽ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ട്, ഇൻഫോ പാർക്കുണ്ട് അല്ലേ, പല അതുപോലെയുള്ള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. അതിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വേണം, ടെക്നോളജി അറിയാവുന്ന. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരു ഓൾഡ് മാനാണ്. ഞങ്ങളുടെ കാലത്ത് ഇപ്പം എൻ്റെ ഇൻഫോ പാർക്കിലുള്ള ബാങ്കിങ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞ കമ്പനി ഞാൻ നടത്തുമ്പോൾ അതിലെ പല കാര്യങ്ങളും എനിക്കറിയാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 47 കൊല്ലത്തോളം പഠിച്ചിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എന്നേക്കാൾ നന്നായി ഈ IT മേഖലയിലുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് എൻ്റെ മകൾ. 11 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ ഈ ടെക്നോളജിയിലേക്കാണ് പിറന്നു വീണത്, അവർ ഈ ടെക്നോളജിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെക്കാൾ അറിവുള്ള ആ തലമുറയല്ലേ. ആ തലമുറ ജോലിക്ക് വേണ്ടി നടക്കുകയും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെക്കാൾ ടെക്നോളജി അറിയാവുന്ന ആ തലമുറ ഈ ഇൻഫോ പാർക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ല അവരുടെ അറിവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അവർക്ക് ലാഭമുണ്ട്. അവർക്ക് ഈ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും അല്ലേ. അതല്ലാതെ ഈ പറയപ്പെടുന്ന അറിവുകളെല്ലാം എനിക്കുണ്ട്, ഞാൻ അമേരിക്കൻ കമ്പനിയിലെ ജോലി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എവിടെ നിൽക്കും? അടുത്ത 10, 20, 30 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം എന്തായിരിക്കും? ഇപ്പം തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന എത്രയോ വീടുകൾ ഈ കേരളത്തിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 3 കാര്യങ്ങളാണ്. കഥകൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്, മനുഷ്യനെ സ്വാധീനിക്കുന്നത്. നമ്മൾ കഥകൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, ബിസിനസ് എങ്ങനെയാണ് സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബിസിനസ് ഒരു സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ സമൂഹം എങ്ങനെയാണ് വളർന്നു വരുന്നത്, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊച്ചി. ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഞാനീ പറഞ്ഞു വന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കൊച്ചി എന്ന് പറയുന്നത് എൻ്റെ ഒരു വികാരമാണ് അല്ലെങ്കിൽ കൊച്ചിയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. കൊച്ചി എന്ന് പറയുമ്പോൾ എനിക്കൊരു ഫീലുണ്ട് അല്ലേ. എനിക്കറിയാം നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തോട്ടും യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കൊച്ചിയിലേക്ക് വരണം, കൊച്ചിയിൽ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രം ഒരു ബിസിനസ് ക്യാപിറ്റലല്ല. ഒരു കാലത്ത് ലോകത്തിൻ്റെ മുഴുവൻ ബിസിനസ് ക്യാപിറ്റലായിരുന്നു കൊച്ചി. ആ ചരിത്രം, ആ കഥകൾ നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊച്ചി എന്നത് എനിക്കും നിങ്ങൾക്കും ഒരു ഫീലാണ്, ഒരു വികാരമാണ്. ആ വികാരം, എനിക്ക് തോന്നിയ വികാരം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് എന്നെ അറിയിക്കൂ. ഞാനൊരു ഹാഷ്ടാഗ് തരാം. പറ്റുമെങ്കിൽ എല്ലാവരും ആ ഹാഷ്ടാഗിൽ നിങ്ങളുടെ വികാരങ്ങൾ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ആ ഹാഷ്ടാഗ് കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് നിർത്താമെന്ന് തോന്നുന്നു. ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വിവരങ്ങളുണ്ടെങ്കിൽ ഇതുകൂടി നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ.
അപ്പോൾ ഇതുവരെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ സുഹൃത്ത് ശ്രീനു ല.